ആറ്റുകാൽ പൊങ്കാല ഒരു നാടാകെ ഇപ്പോൾ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളിലാണ്. വരുന്ന 27-ന് രാവിലെ ദേവിയെ പാടി കാപ്പുകെട്ടി കുടിയിരുത്തും. ഇതോടെ കോവിഡ് നിയന്ത്രണങ്ങളിൽ അകപ്പെട്ട ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നല്ലതായിട്ട് നടക്കുന്നു. എല്ലാവരും ഒരു നാടിന്റെ ഉത്സവമല്ലേ, നല്ല കാര്യമായിട്ടുള്ളവരും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടോ? അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സുരക്ഷയ്ക്കായി 800 വനിതാ പോലീസ് ഉൾപ്പെടെ 3300 പോലീസുകാരെ വിന്യസിക്കും. പലയിടങ്ങളിലും CCTV ക്യാമറകൾ. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ക്രമീകരണങ്ങൾ. ആരോഗ്യവകുപ്പ് 27 ആംബുലൻസുകൾ സജ്ജീകരിക്കും. ഹരിതചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. KSRTCയുടെ പ്രത്യേകം സർവീസുകളുമുണ്ട്. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണത്തിനായി പ്രത്യേകം ടാപ്പുകൾ. ഭക്തരെ പ്രതീക്ഷിച്ചു മാത്രം നിൽക്കുന്ന വ്യാപാരികൾ മറ്റൊരു വശത്ത്. കച്ചവടം തരക്കേടില്ല. അമ്മ 10 ദിവസം ധാരാളം നല്ല ആടി ഗംഭീരമായിട്ട് ഞങ്ങൾ തരും. വെളിച്ചത്തിനായി KSEBയുടെ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. ക്ഷേത്രാലങ്കാരത്തിന്റെ മിനുക്കുപണികൾ അവശേഷിക്കുന്നുണ്ട്. പൊങ്കാല നിവേദ്യത്തിനായി 300 പൂജാരിമാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതിനു ശേഷം നടക്കുന്ന പൊങ്കാല. അതിനാൽ തന്നെ ജനപങ്കാളിത്തവും ഇത്തവണ കൂടുതലാകാനാണ് സാധ്യത. ഭക്തരെ സ്വീകരിക്കാൻ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറ പേഴ്സൺ ജിത്തു ശിവനൊപ്പം SH ആതിര, റിപ്പോർട്ടർ, തിരുവനന്തപുരം.